സ്കൂളിൻ്റെ ക്ലാസ്സിനകത്ത് യൂറോപ്യൻ മോഡലിൽ പച്ച ബോർഡ് വെക്കുന്നത് പോലും കുഴപ്പമാണെന്ന് വിചാരിച്ച മനുഷ്യന്മാർ അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളുള്ള സ്ഥലമാണെന്ന് ഓർക്കണം. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ നടത്തണോ, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വേണമെന്ന് പറയുന്നതിന് അപ്പുറം ഇതാരാണ് ഇത് ചോർത്തുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നിലവിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം മൊത്തം പൊളിഞ്ഞു കിടക്കാന്നല്ല ഇത് കാണും മനസ്സിലാവുന്നുണ്ട്. അതായത് പിള്ളേർ പഠിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സങ്കേതങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ. യൂട്യൂബ് ചാനലിൽ നല്ല അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്നത് അത് കാണട്ടെ. ഇനി അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോകട്ടെ. വേറെ ഇപ്പോൾ ബൈജൂസിൻ്റെ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് പഠിക്കുന്നതിൽ പഠിക്കട്ടെ. അതൊക്കെ പുതിയ കാലത്ത് അവർക്ക് ഏത് തരത്തിലുള്ള സംഗതികളെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ സർക്കാരിന് ഇപ്പോൾ പരീക്ഷ നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം വളരെ വിശ്വാസ്യതയുള്ളതായിരിക്കണം. ആ സംവിധാനത്തെ ആശ്രയിക്കുന്നു. നമ്മുടെ മെക്കാനിസം ഇപ്പോൾ അതിനകത്താണുള്ളത്. അതാകെ തന്നെ മാറ്റിപ്പണിതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് വേണേൽ തുടങ്ങാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, ഒരു ക്രൈം ഇതിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. രേഷ്മ നോക്കൂ, നമ്മൾ ഈ കോവിഡിന്റെ കാലത്ത് ഡിവൈസുകൾ ഉപയോഗിച്ചാണ് എല്ലാവരും പഠിച്ചത്. എത്ര പേർക്ക് ഡിവൈസ് ഉണ്ടായിരുന്നു? ഡിവൈസുകൾ ഈ പറയുന്ന ഫോൺ കയ്യിലില്ലാത്തതിന്റെ പേരിൽ ഒരു ലൈനിന് പുറത്തായി പോയ മനുഷ്യരെ കുറിച്ച് നമ്മൾ പലതവണ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ഡിവൈസുകളുള്ള ഒരർത്ഥത്തിൽ പ്രിവിലേജായുള്ള ആളുകൾക്കാണല്ലോ ഇത് കിട്ടുക. എത്ര പേർക്ക് മക്കൾക്ക് ഇതുപോലെ ഇരുന്ന് യൂട്യൂബ് ചാനലുകൾ കണ്ടെത്തി അതിനകത്തിരുന്ന് കേട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്? ഇതിപ്പോൾ പലതും ഫ്രീ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ ആക്സസ് എത്ര പേർക്കുണ്ട്? അപ്പോൾ ഇതിനകത്തൊരു നൈതിക പ്രശ്നമുണ്ട്. ഇത് കുറേ ആളുകൾ വീട്ടിൽ ഡേറ്റയും ഫോണും ഉള്ള ആളുകൾ അത് ഇന്ന പേജുകൾ അല്ലെങ്കിൽ ചാനലുകളിൽ ഇന്ന സംഗതികൾ വരുന്നുണ്ടെന്ന് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന മാതാപിതാക്കളുള്ള കുട്ടികൾ അവരിത് കാണുന്നു. അവർക്കിത് കണ്ട് കൃത്യമായ സൂചന കിട്ടുന്നു. ചിലപ്പോൾ ചോർത്തിയ പേപ്പർ കിട്ടുന്നു. ഇത് കിട്ടാത്തവരോടോ? അപ്പം നമുക്ക് നീതിയുക്തമായ ഒരു പരീക്ഷ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. എല്ലാവർക്കും ഒരേ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുക എന്ന ബാധ്യത ഭരണകൂടത്തിലുണ്ട്. അത് ഇവിടെ തെറ്റിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഗൗരവത്തിലെടുത്തില്ല എന്നതും ഗുരുതരമായ പ്രശ്നമാണ്. നമുക്കിതിനു മുൻപുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കാലത്ത് ചെറിയ ചെറിയ പിഴവുകളുടെ മേൽ എത്രമേലാണ് വിദ്യാഭ്യാസ വകുപ്പുകൾ ആക്രമിക്കപ്പെട്ടത് എന്ന് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കഴിഞ്ഞ ഓണപരീക്ഷാ കാലത്തും ചോദ്യപേപ്പർ ഇതുപോലെ ചോരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ വൻകിടക്കാരും ചെറുകിടക്കാരുമായ ആളുകൾ യൂട്യൂബിലും ആപ്പിലും ഒക്കെ ഇതിന്റെ സൂചനകൾ കൊടുക്കുന്നു. ഡയറക്റ്റായി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയും കൊടുക്കുന്നു. അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ വകുപ്പിനകത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സിസ്റ്റം ഫുൾ ലൂസാണ് എന്ന ഒരു സവിശേഷമായ സാഹചര്യം വരുന്നു. ക്രിസ്മസ് പരീക്ഷയും ചോർത്തുന്നു. അതല്ലേ നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പം സർക്കാർ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്താൻ പോകുന്നുണ്ട്. അന്വേഷണം നടത്തട്ടെ, കണ്ടുപിടിക്കട്ടെ. അതിനകത്ത് അധ്യാപകരായ ആളുകൾക്ക് പങ്കാളിത്തം ഉണ്ടോ? ഇന്നിപ്പോൾ മന്ത്രി പറയുകയാണ് ഇതിനകത്തുള്ള ആളുകൾക്ക് പങ്കാളിത്തം ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കും. പല അധ്യാപകരും പാതി നേരം സർക്കാർ സർവീസിലും പാതി നേരം ട്യൂഷൻ സെൻ്ററിലുമാണ് എന്ന് മന്ത്രി പറയാണ്. അപ്പൊ പാതി നേരം ട്യൂഷൻ സെന്ററിലാണ് അധ്യാപകർ എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാം. എന്തിനെന്താ ആക്ട് ചെയ്യാത്തത്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ MS സൊല്യൂഷനിലൂടെ എന്ന് പറയുന്നു. അവിടെയാണ് വന്നതെന്ന്. അവരെ വേറെ പല സ്ഥലത്തുനിന്ന് വന്നു, അവരവിടെ നിന്ന് എടുത്താണെന്നൊക്കെയുള്ള കഥയുണ്ട്. എന്തായാലും അധ്യാപകർ ഇങ്ങനെ ട്യൂഷൻ സെന്ററുകളുമായി അസോസിയേറ്റ് ചെയ്യുന്നു, ട്യൂഷൻ സെന്ററുകൾക്ക് ഫേവറബിളായ കാര്യങ്ങൾ ചെയ്യുന്നു, ട്യൂഷൻ സെന്ററുകൾക്ക് കൂടുതൽ വിപണി മൂല്യം ഉണ്ടാകാൻ തക്കവണ്ണം ഹിതകരമല്ലാത്ത സഹായങ്ങൾ ഈ രൂപത്തിൽ ചെയ്യുന്നു എന്നൊക്കെ മന്ത്രിക്ക് അറിയാമെന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദികളെ ഫിക്സ് ചെയ്തില്ല എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് സീരിയസ് ആയ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന സംഗതിയാണ്. കാരണം അവർക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്നവരല്ല, അവർക്ക് വോട്ടവകാശമുള്ളവരല്ല, അവരൊരു സമ്മർദ്ദ ശക്തിയല്ല. അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് മേൽ നടത്തുന്ന എല്ലാ ക്രൈമും പ്രത്യേകമായി പരിഗണിക്കേണ്ടതും വേഗത്തിൽ നടപടിയെടുത്തു പോകേണ്ടതുമാണ്. ഇത് വിദ്യാഭ്യാസ വകുപ്പിനകത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ പ്രശ്നമാണ്. സീരിയസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഇല്ല എന്നുള്ള സീരിയസ് ഇഷ്യൂ ഉണ്ട്. നമ്മൾ സീരിയസ് ആയി ഉന്നയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഏജൻസിക്ക് കയറി കളിക്കാനും അവർക്ക് ആവശ്യം പോലെ ഡേറ്റാസ് എടുത്ത് പുറത്ത് വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ എല്ലാം അതിലും തുറന്നു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ട ആരാണ്? മന്ത്രി അടക്കമുള്ള ആളുകൾ ഉത്തരവാദിത്വം പറയേണ്ട ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെവിടെയുള്ള പോലെ അല്ല. അത് വളരെ വാല്യൂ ചെയ്യപ്പെടുന്ന ഒന്നും നമ്മൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേവലാതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇത് ഏതോ സ്കൂൾ പിള്ളേരുടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു നിലയ്ക്ക് നമ്മൾ പൊതുസമൂഹം തന്നെ കാണാൻ പാടില്ല. ഇത് ഇനിയും വരുന്നവർക്കും പഠിച്ചു പോയവർക്കും എല്ലാവരെയും സംബന്ധിച്ചും ഒരു കൺസേൺ ഉണ്ടാവേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ക്ലാസ്സിനകത്ത് യൂറോപ്യൻ മോഡലിൽ പച്ച ബോർഡ് വെക്കുന്നത് പോലും കുഴപ്പമാണെന്ന് വിചാരിച്ച മനുഷ്യന്മാർ അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളുള്ള സ്ഥലമാണെന്ന് ഓർക്കണം. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുക.